താരസംഘടന അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ഹർജിയിൽ അൻസിബയെ കക്ഷി ചേർക്കുന്നതിനെ എതിർത്ത് ശ്വേത മേനോൻ. ശ്വേതയോട് വിശദീകരണ പത്രിക നൽകാൻ എറണാകുളം മുൻസിഫ് കോടതി നിർദ്ദേശം നൽകി. അതേസമയം അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതയുടെ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് രമേശ് പിഷാരടിയും കോടതിയെ അറിയിച്ചു. പിഷാരടിയോടും വിശദീകരണം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 27-ലേക്ക് മാറ്റി. അമ്മ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്നും കമ്മിറ്റിയുടെ പ്രവർത്തനം തടയണമെന്നുമാണ് ഹർജിയിൽ ശ്വേതാ മേനോന്റെ ആവശ്യം. അമ്മയുടെ ഭരണസമിതി രാജിവെച്ചാൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതുവരെ ചുമതല രാജിവെച്ച സമിതിക്ക് തന്നെ ആയിരിക്കുമെന്നും ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി എന്ന സംവിധാനമില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ വാദങ്ങൾ പരിഗണിച്ച കോടതി രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയും എതിർകക്ഷിയായ പിഷാരടിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ശ്വേതയുടെ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കവേ രമേശ് പിഷാരടി കോടതി അറിയിച്ചു. എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്നത് സംബന്ധിച്ച് വിശദീകരണം സമർപ്പിക്കാൻ മുൻസിഫ് കോടതി പിഷാരടിക്ക് നിർദ്ദേശം നൽകി. ഇതിനിടെയാണ് ശ്വേതയുടെ ഹർജിയിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അൻസിബയുടെ അപേക്ഷയും കോടതി പരിഗണിച്ചത്. അന്തിമ ഉത്തരവ് പറയും മുൻപ് കോടതി തന്റെ വാദം കൂടി കേൾക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അതേസമയം അൻസിബയുടെ കക്ഷി ചേരാനുള്ള അപേക്ഷയെ ശ്വേതാ മേനോൻ എതിർത്തു. ഇക്കാര്യത്തിൽ വിശദീകരണ പത്രിക നൽകാൻ ശ്വേതാ മേനോനും കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം 27-ലേക്ക് മാറ്റുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.